ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ, പഴയ മോഡൽ മാസ്ട്രോ ആണ് വണ്ടി. നമ്മൾ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കണ വർക്ക് തന്നെ ജനറൽ സർവീസ്, സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യാം, അതേപോലെ തന്നെ റൈറ്റ് സൈഡ് മിറർ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം. സ്ലോ സ്പീഡിൽ വണ്ടി ഓഫായി പോകണ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ലഗേജ് ഹുക്ക് ബോക്സിൽ പിടിപ്പിക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പൊല്യൂഷൻ ടെസ്റ്റ്, വാട്ടർ സർവീസ് ഓപ്പണായിട്ട് അഴിച്ച് കഴുകുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് രാവിലെ തന്നെ എടുത്ത് ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോൾ വണ്ടി ഓഫ് ആവണ കംപ്ലൈൻ്റ് ഒന്നും പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. സ്ലോ സ്പീഡിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോഴും വണ്ടി ഓഫ് ആവണ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. പൊതുവേ നമുക്ക് ഇപ്പോഴത്തെ പെട്രോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടികൾക്ക്. അത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് തന്നെ കംപ്ലൈൻ്റ് ആണ്. പ്രത്യക്ഷത്തിൽ നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ഒന്നും കാണുന്നില്ല. നിലവിൽ ഇതേ രീതിയിൽ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ ഈ കാർബറേറ്റർ കംപ്ലൈൻ്റ് ഒക്കെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. പരമാവധിയും ഉപയോഗിക്കാവുന്നിടത്തോളം ഉപയോഗിക്കാം. കാരണം എന്തായാലും കംപ്ലയിൻറ്റ്സ് വരും. അപ്പോൾ പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ കയറി അഴിച്ച് ക്ലീൻ ചെയ്യാനും പിടിക്കാനും നിൽക്കാതിരിക്കാം. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്ത ഒരു പക്ഷേ നമുക്ക് പെട്രോൾ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഓവർഫ്ലോ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ തന്നെ പെട്രോൾ വെറുതെ താഴേക്ക് ചാടി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയണത് ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഒഴിവാക്കണതാണ് ബെറ്റർ. ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ. നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് ബാക്ക് ബ്രേക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണമുണ്ട്. കമ്പനി ലൈനർ കിടക്കണേ, അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമ്മയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്തത് നല്ല ഓയിലാണ് ഗിയർ ഓയിൽ കേട്ടോ. പിന്നെ ടയറിൻ്റെ കണ്ടീഷൻ ബാക്കിലത്തേലും കുഴപ്പമൊന്നുമില്ല. ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററും നമ്മൾ ക്ലീനിങ്ങിനായിട്ട് അഴിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ പുതിയ ഫിൽറ്റർ വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. ക്ലച്ച് നമുക്ക് CVT ക്ലച്ച് ആയതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ഗ്രീസ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ഓരോ പാർട്സുകൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകണം. കാരണം ഈ സൈഡ് ലൂബ്രിക്കേഷൻസ് മാനുവലായിട്ട് ഗ്രീസിങ് ആണ് വരാം. അതുകൊണ്ട് തന്നെ തേമാനം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അഴിച്ചാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. കമ്പനി ബെൽറ്റ് കിടക്കണേ, ഡാമേജോ കാര്യങ്ങളോ പൊട്ടലോ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട്, എന്നാൽ മാറ്റേണ്ട ഒരു സ്റ്റേജൊന്നും ആയിട്ടില്ല. ഇതെൻ്റെ ബെൻഡെക്സ് ഭാഗമാണ്, ബെൻഡെക്സിൻ്റെ യൂണിറ്റാണ്. അത് വർക്ക് ചെയ്യുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണണം കേട്ടോ. ക്ലച്ച് യൂണിറ്റ് ആയാലും വേറെ പറയത്ത കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ ക്ലച്ച് ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തായാലും വേറെ ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, 2 കേബിളുകൾ നമ്മൾ നോക്കി, വേറെ കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ. ഇത് നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഓയിൽ മാറുന്ന പറഞ്ഞിട്ടുണ്ട്. പോയിൽസ് എഞ്ചിനായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ആയാലും നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പാർക്ക് പ്ലഗ് ശരിക്കും പറഞ്ഞാൽ ത്രെഡ് ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്നു അതിനകത്ത് ടൈറ്റ് ആവുന്നില്ല എന്നുള്ളത്. കാരണം ഞാൻ ഈ ഭാഗം പിടിച്ചാനായിട്ട് കാണുന്നില്ല. ജസ്റ്റ് ഒന്ന് ത്രെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നുകൂടി സെറ്റ് ചെയ്തേക്കാം നമുക്ക്. കാരണം ഈ ചെറിയ പ്ലഗ് ഫസ്റ്റ് ഇട്ടിട്ട് രണ്ടാമത് മാറ്റിയിട്ടേക്കണമൊക്കെയാണ് ഈ ത്രെഡ് പിടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോബ്ലം വന്നേക്കണതായിരിക്കാം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടേക്കാം എന്തെങ്കിലും കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അഴിച്ചാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. ഗ്രീൻ ബുഷ് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ ബുഷ് കൂടെ നമുക്ക് അത്യാവശ്യം ഓവലായിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ബാറ്ററി 2024 മോഡൽ ബാറ്ററി വണ്ടിയും ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി, ആമറോണിൻ്റെ ബാറ്ററിയാണ് നിലവിൽ ഇരിക്കുന്നത് കേട്ടോ. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോൾ 8.57 വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ട് വേരിയേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. പിന്നെ പറഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡ് മിററിൻ്റെ ദിവസമാണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഓപ്പൺ വാഷിംഗ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. കാരണം നമുക്ക് പെർമിഷൻ കിട്ടിയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്. ഓക്കെ.